BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കഴിഞ്ഞ 10 വർഷക്കാലമായി കോട്ടക്കൽ മണ്ഡലത്തെ സംസ്ഥാന സർക്കാർ അവഗണിച്ചെന്ന UDF സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളിൽ അധികം നേടി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തുതന്നെയായാലും UDF തന്നെ അധികാരത്തിൽ വരുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ആബിദ് ഹുസൈൻ തങ്ങൾ കൂട്ടിച്ചേർത്തു. അതേസമയം UDF അധികാരത്തിലെത്തിയാൽ കോട്ടക്കലിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മത്സരമാണ് വലുതെന്നും മറ്റെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെയും UDFന്റെയും ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിലൊന്നാണ് കോട്ടക്കൽ മണ്ഡലം അറിയപ്പെടുന്നത്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ ഇന്നുവരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളല്ലാതെ മറ്റാരും വിജയിച്ചിട്ടില്ല. ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട KK ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ ചൂടിലാണ് സ്ഥാനാർത്ഥിയും അണികളും. ഇത്തവണയും കോട്ടക്കൽ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന് UDF സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാനത്തെ ലാപ്പിലേക്ക് പോവുകയാണ്. ഏറ്റവും നല്ല ഒരു വിജയം കോട്ടക്കൽ മണ്ഡലത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നുള്ളത് തീർച്ചയാണ് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിൽ ജനങ്ങളോട് അത്ര ദ്രോഹമാണല്ലോ ഈ ഗവൺമെൻറ് ചെയ്തത്. ഏതെങ്കിലും ഒരു മേഖലയോട് ഈ ഗവൺമെൻറ് അനുഭവപൂർണമായ ഒരു നയം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. എല്ലാ മേഖലയോടും അവഗണനയാണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പൊതുമേഖല, ഗതാഗത മേഖല, വില നിലവാരം ഉയർത്തുന്നതിൽ എല്ലാ തരത്തിലും ഗവൺമെൻറ് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ല, പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുന്നു. എന്തായാലും ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നു ഞാനും പറയും. അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലമായി കോട്ടക്കൽ മണ്ഡലത്തെ സംസ്ഥാന സർക്കാർ അവഗണിച്ചെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളിലധികം നേടി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞുവെന്നും എന്തുതന്നെയായാലും UDF തന്നെ അധികാരത്തിൽ വരുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ആബിദ് ഹുസൈൻ തങ്ങൾ കൂട്ടിച്ചേർത്തു. ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ല, ആയുർവേദ സർവകലാശാല ആൻഡ് റിസർച്ച് സെന്റർ ഇല്ല, ഒരു പിൽഗ്രിമേജ് ഹെൽത്ത് ആൻഡ് ടൂറിസം പാക്കേജും ഇല്ല, റോഡുകൾ പുത്തൂർ ചിനക്കൽ ബൈപ്പാസ് വന്നിട്ടില്ല. അല്ല, 951 കോടി രൂപയുടെ വികസനം ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. കോളേജ് അനുവദിക്കേണ്ടത് ആരാ? ഗവൺമെൻറ്റാണ്. ആയുർവേദശാല പിന്നെ സർവകലാശാല ആക്കേണ്ടത് ആരാ? ഗവൺമെൻറ്റാണ്. അത് ഗവൺമെൻറ് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കണ്ടേ, അല്ലെങ്കിൽ തീരുമാനിക്കണ്ടേ? പിന്നെ എന്താണ് ഈ റോഡ് നമ്മൾ പ്രപ്പോസൽ കൊടുത്താൽ പോലെ പണം കണ്ടിരിക്കേണ്ടത് ആരാ? ഗവൺമെൻറ്റാണ്. ഫയർ സ്റ്റേഷൻ തരാൻ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഫയൽ അവിടെ ഇരിക്കുകയാണ്. അയാളൊന്ന് പൈസ തരണ്ടേ അനുവാദം കൊടുത്തിട്ട്? കൂടാതെ UDF അധികാരത്തിലെത്തിയാൽ കോട്ടക്കലിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മത്സരമാണ് വലുതെന്നും മറ്റെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ല, ഞാൻ വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു പിന്നെന്താണ് അർത്ഥമേ ഇല്ല. ഞാൻ വിജയിക്കും എന്നുള്ളത് ഉറപ്പിച്ച് ഞങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ ഉദ്ദേശം. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശം നാളെ എന്താവും എന്നുള്ളതല്ല. ഇന്ന് ഈ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പണിയാണ് ഇപ്പം നടക്കുന്നത്. മറ്റതിനെ കുറിച്ച് ഞങ്ങൾ ഇത്തവണ ലീഗിന്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഇറങ്ങുന്നത്. LDFന് വേണ്ടി K പ്രീതിയാണ് ഇത്തവണ കോട്ടക്കലിൽ മത്സരിക്കുന്നത്. സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളിയാണ് NDA സ്ഥാനാർത്ഥി. M5 ലൈവ്, മലപ്പുറം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.